പ്രോപ്പറായിട്ട് നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് പഠിച്ചു. ഇനി കൂടുതൽ റേഞ്ച് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ വണ്ടിയിൽ കൂടുതൽ റേഞ്ച് കിട്ടാൻ 40 മുതൽ 60 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയും. ഈ കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള കൂടുതലായ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയെ ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടാൻ സഹായിക്കും. നമ്മുടെ ആക്സലറേഷൻ നിരീക്ഷിക്കാൻ വേണ്ടി തന്നെ ഇതിലൊരു പേജ് കൊടുത്തിട്ടുണ്ട്. എനർജി അനലിസ്റ്റിക്സ് എന്നാണ് ആ പേജിന്റെ പേര്. ഇതിൽ തന്നെ സെക്കൻഡ് പേജായി ഹിസ്റ്റോഗ്രാമും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആ ബ്ലൂ ലൈൻ കീപ്പ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടും. ഡ്രൈവ് മോഡിൽ ആക്സിലേറ്റർ എൻ്റർ അല്ലെങ്കിൽ റിലീസ് ചെയ്യുമ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം കുറച്ച് ഡീസലേറേഷൻ നൽകുകയും ഇതിൽ നിന്ന് കുറച്ച് ചാർജ് നമ്മുടെ വണ്ടിയിലേക്ക് തിരികെ കയറുകയും ചെയ്യും. ഇത് നമുക്ക് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ നമുക്ക് സഹായിക്കും. ഇതുപോലുള്ള പ്ലെയിൻ ഹൈവേ ആണെങ്കിൽ നമുക്ക് റീജനറേറ്റീവ് 0 അല്ലെങ്കിൽ 1 നമുക്ക് ഉപയോഗിക്കാം. അത്യാവശ്യം ട്രാഫിക്കുള്ള തിരക്കുള്ള റോഡുകളാണെങ്കിൽ നമുക്ക് 3 അല്ലെങ്കിൽ 2 ഉപയോഗിച്ചാൽ മതിയാവും. നല്ല കട്ടി ട്രാഫിക്കുള്ള ടൈമിലാണെങ്കിൽ മാത്രം നമുക്ക് 3 തന്നെ ഉപയോഗിക്കാം. അത് കൂടുതൽ റേഞ്ച് കിട്ടാനും നമ്മുടെ ബ്രേക്ക് പാഡിനെ സേവ് ചെയ്യാനും നമ്മളെ സഹായിക്കും.